ഞാനും അമ്മയും ഇന്ന് ഏറ്റുമാനൂർ അമ്പലത്തിൽ വന്നേ കേട്ടോ. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഏറ്റുമാനൂർ അമ്പലത്തിൽ വരണം എന്നുള്ളത്. ഞാൻ ഓൾറെഡി വന്നിട്ടുണ്ട്. അമ്മ പക്ഷെ ആദ്യമായിട്ടാണ് വരുന്നത്. എന്തോ ഭാഗ്യത്തിനൊന്നും ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല. നമുക്ക് നല്ല രീതിക്ക് ഭഗവാനെ തൊഴാൻ പറ്റി. മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏറ്റുമാനൂരപ്പൻ്റെ അടുത്ത് മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞ് ഭഗവാൻ സാധിച്ചു തരുമെന്നാണ് പറയാറ്. നേർച്ച കൂട്ടിയ വഴിപാടുകളൊക്കെ ചെയ്യാൻ പറ്റി. അങ്ങനെ അമ്പലത്തിൽ നിന്ന് തൊഴുതു തിരിച്ചിറങ്ങിയപ്പം നമ്മളുടെ ഉണ്ണിയപ്പവും കടുംപായസം പ്രസാദവും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ണിയപ്പം അവിടെ നിന്ന് കഴിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വെളുപ്പിന് 5:30 ബസ്സിന് കയറിയപ്പോഴത്തേക്ക് അമ്പലത്തിൽ ഒരു 7 മണിയായപ്പോഴത്തേക്ക് എത്തി. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നമ്മളുടെ തൊട്ടടുത്തുള്ള പഴയിടത്തിൽ പോയി. പഴയിടം രുചിയിലാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അവിടുത്തെ ഫുഡിനെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട യാതൊരുവിധ ആവശ്യമില്ല. അടിപൊളി ഫുഡാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര ഫാനാണ്. ഞാൻ നോർമലി വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്ന് അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് എനിക്ക് അത്ര ഇഷ്ടമല്ല. പക്ഷേ വൺ ഓഫ് മൈ ഫേവറേറ്റാണ് പഴയിടം രുചി എന്ന് പറയുന്നത്. അവിടുത്തെ സദ്യയും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം അടിപൊളിയാണ്. ഞാൻ ഫുഡ് നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കുന്ന വ്യക്തിയാണ്. എനിക്കിഷ്ടമുള്ള ഫുഡൊക്കെയാണ് നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കും. സാധാരണ നോർമലി ഈ പഴംപൊരിയല്ല, നോർമലി നമ്മളുടെ മസാല ദോശയുടെയൊക്കെ മസാല അത്ര വലിയ സുഖമില്ലാത്ത കടയിലൊക്കെ. പക്ഷേ ഇത് ഭയങ്കര എന്തോ ടേസ്റ്റാണ്. പിന്നെ വടയും നല്ല ടേസ്റ്റായിരുന്നു. ഞാൻ ഒരു വട കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും വട മേടിച്ചിട്ടാണ് ഞാൻ കഴിച്ചത്. ചമ്മന്തിയൊക്കെ ആയിക്കോട്ടെ അടിപൊളി ടേസ്റ്റാണ്. അന്ന് അമ്പലത്തിലുള്ളതിനേക്കാളും തിരക്കായിരുന്നു സത്യം പറഞ്ഞാൽ പഴയിടത്ത്. ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ആ തിരക്കിനിടയിൽ ഒരു സീറ്റ് കിട്ടിയ തന്നെ ഭാഗ്യം. അപ്പോൾ ഞാനും അമ്മയും മസാല ദോശയും വടയും പിന്നെ ചായയും കുടിച്ചു. ചായയൊക്കെ നോർമലി പുറത്ത് പോകുമ്പോഴാണ് എനിക്ക് ചായ കുടിക്കാൻ തോന്നാറ്. വീട്ടിലേക്ക് ഇരുന്നാലും ഞാനങ്ങനെ ചായ കുടിക്കാറില്ല. അത് വേറൊരു കാര്യം. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു ഇറങ്ങി. 3 കൂട്ടം ചമ്മന്തി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി തിരിച്ച് ബസ്സിൽ അങ്ങോട്ട് പോയി. നോർമലി ഞാൻ അങ്ങനെ ബസ് യാത്ര അങ്ങനെ ഇല്ലാത്തതാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് സ്വന്തമായിട്ട് വണ്ടി കിട്ടി കഴിഞ്ഞതിന് ശേഷം ബസ് യാത്ര കുറവാണ്. ഒരു 5 വർഷമായി കാണും ഞാൻ ബസ്സിൽ അങ്ങനെ അധികം പോകാറില്ല സത്യം പറഞ്ഞാൽ. കല്യാണത്തിന് ശേഷം ഇവിടെ വന്നപ്പോഴാണ് ബസ് യാത്രയൊക്കെ പോണത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, അടൂരെത്തി. അവിടെ നിന്ന് ഇറങ്ങി ഒടുക്കത്തെ വെയിൽ എന്ന് പറഞ്ഞാൽ മാട്ട വെയിലാണ്. ആ വെയിൽ മൊത്തം ഞാനും അമ്മയും കൊണ്ട് നമ്മൾ കുട എടുക്കാനും വിട്ടുപോയി. അപ്പോൾ അടൂരെത്തിയിട്ട് അവിടെ നിന്ന് നേരെ SM കയറി. അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ അല്ലറ ചില്ലറ പർച്ചേസ് ഉണ്ടായിരുന്നു. SM നല്ല കളക്ഷൻസും ഉണ്ട്, റേറ്റും കുറവാട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഒരു കടയിൽ കയറി ഒരു തണുത്ത ഒരു പിസ്തയുടെ ഷേക്ക് കുടിച്ചപ്പോഴത്തേക്കും എന്തൊരാശ്വാസമുണ്ട് ഗൈസ്. അപ്പോൾ ഒരു വെയിലത്ത് നല്ല തണുത്ത് എന്തെങ്കിലും കുടിക്കുമ്പോഴത്തേക്കും അടിപൊളിയാണ്. പിന്നെ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ പൊരിപ്പട ഉണ്ട് ഇങ്ങോട്ട്, ഇങ്ങനെ പലഹാരം കിട്ടുന്ന പൊരിപ്പട. അങ്ങനെ പൊരിപ്പടയിൽ കയറി കുറച്ച് പൊരിപ്പും മേടിച്ച് അങ്ങനെ തിരിച്ച് വീണ്ടും ഞങ്ങൾ ബസ് യാത്ര തുടർന്നു. അങ്ങനെ ഫൈനലി ഞങ്ങൾ വീടെത്തി. ഇനി നമുക്ക് അടുത്തൊരു യാത്രാവിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക,